അല്ലാഹുവേ നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. സഹോദരനെ, നമ്മുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്. കച്ചവടം ചെയ്തിട്ട് കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. അങ്ങനെ പല മേഖലകളിലും കഷ്ടപ്പെടുന്നവർ, ത്യാഗം ചെയ്യുന്നവരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഭവനമില്ലാത്തവരായ നമ്മൾ, അല്ലാഹുവേ നിങ്ങൾക്കൊരു ഭവനം നീ നൽകണേ പടച്ചവനെ. വർഷങ്ങളായിട്ട് വാടക കൊടുക്കുന്നവരുടെ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന അമല് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭവനങ്ങൾ നൽകുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് അല്ലാഹു ദുആ സ്വീകരിക്കുകയും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്തവർ പലരുമുണ്ട്. നമുക്കറിയാവുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു അനുഭവം പറയുകയുണ്ടായി. ഞാൻ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്തപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളിനെ എന്നിലേക്ക് എത്തിച്ചു തരുകയും അദ്ദേഹം കാരണം ഞാനൊരു ഭവനം വയ്ക്കാനുള്ള കാരണമുണ്ടാവുകയും ചെയ്തതായിട്ട് ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സഹോദരങ്ങളെ പലരിലുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനിലേക്ക് നമ്മൾ അടുക്കുക. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഭവനം തരാൻ കാരണമാകും ഈ ദിക്ർ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നിങ്ങൾക്കൊരു ഭവനം തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ എത്രയോ പേര് ഭവനങ്ങൾ വയ്ക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. നമ്മളെ വിളിച്ച് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു വീടിനെ വെക്കുകയാണ്, എത്രയോ വർഷങ്ങളായി അതിന്റെ കടം തീരുന്നതുമില്ല, പണി തീരുന്നതുമില്ല. ഈ ഒരു അവസ്ഥയിലുള്ള എത്രയോ ഭവനങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുക. ഭവനമില്ലാത്തവർക്ക് അല്ലാഹു ഭവനങ്ങൾ നൽകുകയും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ദിക്റിന്റെ മഹത്വം കൊണ്ട് ഇനി പണി തുടങ്ങപ്പെട്ട വീടുകളെ അല്ലാഹു പരിപൂർണമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭവനം നമുക്ക് പൂർത്തിയാക്കുകയും ഭവനം എന്ന സ്വപ്നം നമ്മളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങൾ, വലിയ മഹത്വമുള്ള ഈ നാമങ്ങൾക്ക് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പൊ ഈ നാമങ്ങൾ ചൊല്ലിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് നമുക്കൊരു ഭവനം നൽകുന്നതാണ്. അതിനുള്ള വഴികൾ അല്ലാഹു വിശാലമാക്കി തരുന്നതാണ്. ഉള്ള ഭവനത്തെ അല്ലാഹു പൂർത്തീകരിക്കുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഭവനം നമുക്കുണ്ടെങ്കിലും അത് പണി പൂർത്തിയാവാത്തവർ നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെ 114 പ്രാവശ്യം യാ ജാമിഉ യാ അല്ലാഹ് 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 എന്ന് 114 പ്രാവശ്യം ഒരു ഓതോടുകൂടി വൃത്തിയായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ദിക്ർ ചൊല്ലുക. ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് 70 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. എങ്ങനെയാണ്? വലത് കൈ ഇടത് നെഞ്ചിന്റെ മേളിൽ വെച്ചിട്ടാണ് ഫത്താഹു യാ അല്ലാഹ്. അർത്ഥം എന്താണ്? എല്ലാ കാര്യങ്ങളും വിശാലമാക്കി തരുന്ന തമ്പുരാനെ, എല്ലാ കാര്യങ്ങളും തുറന്നു തരുന്ന അല്ലാഹ്. അപ്പൊ ഈ രണ്ട് നാമങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളാണ്. അതിനുശേഷം സുബഹി നമസ്കാര ശേഷം നമ്മൾ ചൊല്ലണം യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ 212 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. അപ്പോഴാണ് ചൊല്ലേണ്ടത് സുബഹി നമസ്കാര ശേഷം 212 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമാഅയ്ക്ക് ശേഷം യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക.
ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ, ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭവനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യാ ജാമിഅ യാ അല്ലാഹ്, യാ ജാമിഅ യാ അല്ലാഹ് എന്ന് 114 പ്രാവശ്യം ചൊല്ലണം. എല്ലാം തുറന്നു തരുന്നവനായ അല്ലാഹുവേ എന്നർത്ഥമുള്ള യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 70 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമം ചൊല്ലണം. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? വലത് കൈ ഇടത് നെഞ്ചിന്റെ മേൽ വെച്ചിട്ട് 70 പ്രാവശ്യം ചൊല്ലണം. അതുപോലെ തന്നെ രാജാതിരാജനായ അല്ലാഹുവേ എന്നർത്ഥം വരുന്ന യാ മാലിക്കൽ മുൽക്കി അത് 212 പ്രാവശ്യം ചൊല്ലണം. ഇത് ചൊല്ലേണ്ടത് സുബഹി നമസ്കാര ശേഷമാണ്. അപ്പൊ ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണ്? ഈ പറഞ്ഞ 3 ഇസ്മുകളും സുബഹി നമസ്കാര ശേഷം നമ്മൾ എന്ത് വേണം? ഈ വുദൂയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ വലിയ വിജയം അല്ലാഹു നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമാ ദിവസം, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം യാ അല്ലാഹ് യാ അല്ലാഹ്, യാ അല്ലാഹ് യാ അല്ലാഹ്, യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഭവനം നൽകുന്നതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമങ്ങൾ ഇത് നിങ്ങൾ അങ്ങോട്ട് പതിവാക്കുക. ഈ പറഞ്ഞ അമലിനെ നിങ്ങൾ അങ്ങോട്ട് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നിങ്ങൾക്ക് നൽകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഈ ഇസ്മ, ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ നിങ്ങൾ പതിവാക്കുക. ഖാലിഖായ റബ്ബേ, കാരുണ്യവാനായ പടച്ചവനെ, എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആമീൻ. പടച്ചവനെ, ഞങ്ങളിൽ ഭവനമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെ ഭവനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, എത്രയോ പേര് വാടക വീട്ടിൽ വർഷങ്ങളായി കിടക്കുന്നു അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഭവനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, എത്രയോ പേര് ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹു അവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു ഓടെ ഖബറുകളിൽ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അതിലൊരാളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാഹ്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ,
ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.